ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരുമ്പോൾ താമര തേരോട്ടം എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. ഹരിയാനയിൽ 49 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. 8 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നിലുള്ളത്. മുസ്ലിം സ്വാധീന മേഖലകളിലും BJP സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന കോൺഗ്രസ് നേതൃത്വവും AICC ആസ്ഥാനവും ഒക്കെ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചകൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. നമ്മോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അമിത വിശ്വാസമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആദ്യ മണിക്കൂറുകൾ കഴിഞ്ഞ് ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യം ഹരിയാനയിൽ ദൃശ്യമായി. തുടർന്നങ്ങോട്ട് BJPയുടെ ശക്തമായ സ്വാധീനം തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയുമുണ്ടായി. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആസ്ഥാനത്ത് സർക്കാർ രൂപീകരണ ചർച്ചകൾ വരെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ AICC ആസ്ഥാനം ശോകമൂകമാണ്. Rohini, there is a saying in English ഭാഷയിലുള്ള saying ആണ്, don't count your chicken unless they are hatched. മുട്ട വിരിയുന്നതിന് മുൻപ് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണി നോക്കരുത് എന്ന ഒരു പ്രയോഗമുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, വലിയ നമ്പേഴ്സാണ്, വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യമെന്നൊന്നും പറയാനില്ല. 90 സീറ്റിൽ 89 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നു, 1 സീറ്റ് CPM. അപ്പം അങ്ങനെ ഒരു 50 മുതൽ 60 വരെ സീറ്റുകളുമായി എല്ലാ അഭിപ്രായ സർവേകളും കോൺഗ്രസിന് നിർണായകമായ മേൽക്കൈയും അടുത്ത ഭരണകൂടത്തിൽ ആര് എന്നതും, അത് ഭൂപീന്ദർ സിംഗ് ഹൂഡയാകുമോ, അതോ കുമാരി ഷെൽജയെ ഹൈക്കമാൻഡ് ഇടപെട്ട് കൊണ്ടുവരുമോ, അതോ അതല്ലാതെ രൺദീപ് സിംഗ് സുർജേവാല ആയിരിക്കുമോ, അങ്ങനെ മുഖ്യമന്ത്രി ആര് എന്ന് വരെയുള്ള ചർച്ചകളായിരുന്നു. AICC ആസ്ഥാനത്ത് ലഡു വിതരണവും മധുരപലഹാര വിതരണവും പടക്കം പൊട്ടിക്കലും എല്ലാം ഉണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ ജനവിധി കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയ കൗണ്ടിങ് ഒരു 9-9:30 ആയപ്പോൾ ആ ടൈഡ് മാറുന്ന ഒരു കാഴ്ച കണ്ടു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഹരിയാനയും ജമ്മു കാശ്മീരും നമ്മൾ വെവ്വേറെ എടുത്ത് നോക്കുമ്പോൾ ഹരിയാനയിൽ യഥാർത്ഥത്തിൽ ഈ ജാതി സമവാക്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്. അത് മാത്രമല്ല, ഈ കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തിന് അനുകൂലമാണ് എല്ലാ സാഹചര്യങ്ങളും. അവരുയർത്തിയ മുദ്രാവാക്യം തന്നെ അതിന് ഉപോത്ബലകമാണ്. അതായത് കിസാൻ, ജവാൻ, പഹൽവാൻ, കർഷകൻ, യുവജനങ്ങൾ, അതുപോലെ തന്നെ ഗുസ്തിക്കാർ, ഇവരുടെ എല്ലാം പിന്തുണ. പക്ഷേ വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഇതിനെ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുക യഥാർത്ഥത്തിൽ വളരെ, എനിക്കറിയില്ല കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നറിയില്ല. BJPക്ക് പോലും എനിക്ക് തോന്നുന്നത് അത്ഭുതമാണ്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ വലിയ നമ്പേഴ്സാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു വിശകലനം വരുന്നത്, ഇപ്പം ജാട്ട് എന്ന 26% വരുന്ന ജാട്ട് കമ്മ്യൂണിറ്റി, 21% വരുന്ന ദളിത് കമ്മ്യൂണിറ്റി, ഏതാണ്ട് ഒരു OBC കമ്മ്യൂണിറ്റിക്ക് 26% വരും. പിന്നെ മറ്റ് കമ്മ്യൂണിറ്റികളെല്ലാം ചേർന്ന് ബാക്കിയുള്ള ഭാഗമാണ്. അങ്ങനെ ഒരു ഡിവൈഡഡ് പീപ്പിളാണ്. അതിൽ ജാട്ടുകളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഗുസ്തി താരങ്ങൾ ജാട്ടുകളാണ് മിക്കവരും. കർഷക പ്രക്ഷോഭത്തിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ജാട്ട് മേഖലയാണ്. അതുമാത്രമല്ല, ഈ അഗ്നിവീർ പദ്ധതി അതിലും ചേരാനിരുന്നതിൽ നല്ലൊരു പങ്ക് ജാട്ടുകളാണ്. അപ്പോൾ ഈ ജാട്ട് രാഷ്ട്രീയത്തെ അമിതമായി ആശ്രയിച്ചു ഭൂപീന്ദർ ഹൂഡയെ തന്നെ, ജാട്ട് നേതാവായ അദ്ദേഹത്തെ തന്നെ കോൺഗ്രസ് മുന്നിൽ നിർത്തി. അപ്പോൾ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു എന്നതാണ്. ഉപരിതലം അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു OBC കമ്മ്യൂണിറ്റിയുടെ ശക്തമായ ഒരു പിൻബലം BJPക്ക് കിട്ടി എന്ന് കരുതണം. കാരണം BJP നടത്തിയ ഒരു വലിയ ചൂതാട്ടമാണ്, കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ ഒരു ഭരണ മാറ്റമാണ്. മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചു. മനോഹർലാൽ ഖട്ടർ 9.5 വർഷം പൂർത്തിയാക്കി. അവസാന ലാപ്പിൽ ഓടാൻ നിയോഗിച്ചത് നൈബ് സിംഗ് സൈനിയാണ്. അപ്പോൾ സൈനി OBC വിഭാഗത്തിൻ്റെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ആ OBCയുടെ മൊത്തത്തിലുള്ള ഒരു പ്രതീകമാകാനായി സൈനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു OBC കൺസോളിഡേഷൻ എഗൈൻസ്റ്റ് ജാട്ട് ഉണ്ടായി. അത് ഒരു കാര്യം. അതുപോലെ കുമാരി ഷെൽജ എന്ന കോൺഗ്രസ് നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ദളിത് വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നത്. പക്ഷേ കുമാരി ഷെൽജയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരാണ് പ്രധാനമായും ഹരിയാനയിൽ സ്ഥാനാർത്ഥികളായി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷെൽജയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിലെ ഒരു വിഭാഗമെങ്കിലും ഒരു പക്ഷേ അവരുടെ വോട്ടുകൾ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ BJPക്ക് പോവുകയോ ചെയ്ത ഒരു സാഹചര്യം. അത് രണ്ടാമത്തെ ഒന്ന്. മൂന്നാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഘടകമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മേൽക്കൈ ഗ്രാമീണ ഹരിയാനയിൽ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷ.
കാരണം ഗ്രാമീണ ഹരിയാനയാണ് കർഷക മേഖല. അപ്പോൾ കർഷക മേഖലയിൽ അലയടിക്കുന്ന ഉണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന കേന്ദ്ര വിരുദ്ധ വികാരം, ആ വികാരത്തിന് തണലിലേറി കോൺഗ്രസിന് കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്ന പ്രവചനമാണ്. അത് അട്ടിമറിക്കപ്പെട്ടു. ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും ഒരുപോലെ തന്നെ ബി ജെ പിക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു. നഗരമേഖല മുൻപ് തന്നെ ഡൽഹിയോടടുത്ത പ്രദേശങ്ങളാണ് ഈ നഗരമേഖല എന്ന് പറയുന്നത്. നഗരമണ്ഡലങ്ങൾ, കുരുക്ഷേത്ര ഉൾപ്പെടെയുള്ള നഗരമണ്ഡലങ്ങൾ, ഈ നഗരമണ്ഡലങ്ങളിൽ പരമ്പരാഗതമായി ബി ജെ പിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിലനിർത്താനായി, എന്നാൽ ഗ്രാമീണ മേഖലയിലേക്കും കൂടി കടന്നു കയറാനായി, അതും കേവലം 3-4 മാസത്തിനുള്ളിൽ സംഭവിച്ചൊരു ഷിഫ്റ്റാണ്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചു. 10 സീറ്റും കൈവശമുണ്ടായിരുന്ന ബി ജെ പിക്ക് 5 സീറ്റേ ലഭിച്ചുള്ളൂ. മാത്രമല്ല, അതിൻ്റെ പരിധിയിൽ വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന നിയമസഭാ സെഗ്മെന്റുകൾ നോക്കുമ്പോൾ 50 സീറ്റിലാണ് കോൺഗ്രസ് പാർട്ടി മുന്നിട്ട് നിന്നത്. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം 50 സീറ്റിൽ മുന്നിട്ട് നിന്നു. അതിനർത്ഥം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കേണ്ടതാണ്. അവിടെ പോലും ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായി. സമ്മതിക്കുന്നു, മുന്നണിയായിട്ട് തന്നെയാണ് ആപ്പും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. അപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ 50 എന്നത് ഇതിനേക്കാൾ കൂടുകയേ ചെയ്യൂ എന്ന സ്വാഭാവിക ഒരു പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ആപ്പുമായി സഖ്യം വേണ്ട. ആപ്പ് ചോദിച്ചത് 10 സീറ്റാണ്, 6 സീറ്റ് കൊടുത്താലും അവരെ അത് എഗ്രി ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം അവിടെ പൊലിഞ്ഞു. ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചെറിയ നമ്പർ ആയിരിക്കാം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് കൊണ്ടുവരാൻ കഴിയുക, പ്രത്യേകിച്ച് ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന നഗരമേഖലകളിൽ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ സ്വാധീനമുണ്ട്. അപ്പം പലപ്പോഴും ഒരു വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഒരു 1000-നും 5000-നും വോട്ടിനിടയിലാകുമ്പോൾ ഏത് ചെറിയ പാർട്ടിക്കും വലിയ തോതിൽ നിർണായകമായ നമ്പേഴ്സ് കൊണ്ടുവരാൻ കഴിയും. അതാണ് ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വിവിധങ്ങളായ കാരണങ്ങൾ ഹരിയാനയിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചത് നടക്കാതെ വന്നപ്പോൾ അവിടെയാണ് ഈ അപ്രതീക്ഷിതമായ പതനം സംഭവിച്ചത്. പോൾ നടത്തിയ പോൾസ്റ്റേഴ്സിന്, ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും നടത്തിയവർക്ക് വേണ്ട രീതിയിൽ ആ ചോദ്യങ്ങളെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ അവലോകനത്തിന് പഴിച്ചു എന്ന് വേണം കരുതാൻ. എന്നാൽ കാശ്മീരിലേക്ക് വരും. കാശ്മീരിനെ കുറിച്ച് തന്നെ 2 വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. കാശ്മീരിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. എല്ലാ ഒപ്പീനിയൻ പോളുകളും ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയാണ്. ഒരു പക്ഷേ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ടായെങ്കിലും ഇപ്പോൾ കാണുന്ന അത്രയും സീറ്റുകൾ അവർ പ്രവചിച്ചിട്ടില്ലായിരുന്നു എന്നത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജമ്മു മേഖലയിലെ 90 സീറ്റുകളുള്ള കാശ്മീരിൻ്റെ 43 സീറ്റുകളാണ് ജമ്മു മേഖലയിൽ. ഡീലിമിറ്റേഷന് ശേഷം 47 സീറ്റുകൾ കാശ്മീരിലും. ഈ 43 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷ 35ഓളം സീറ്റുകളാണ്. പക്ഷേ 29 സീറ്റിൽ എത്തി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയുന്നു എന്ന് പറയുമ്പോൾ ജമ്മു മേഖലയിലെ ഇപ്പോഴും ഒന്നാം കക്ഷി, പ്രമുഖ കക്ഷി ബി ജെ പി തന്നെയാണ്. പക്ഷേ കാശ്മീർ മേഖലയിലേക്ക് ബി ജെ പിക്ക് അധികം കടന്നു കയറാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ബി ജെ പി ഉപയോഗിച്ച ഒരു മാർഗമെന്ന് പറയുന്നത് കാശ്മീരിലെ സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കുക, പുറമെ നിന്നുകൊണ്ട് പിന്തുണയ്ക്കുക, നേരിട്ട് രംഗത്ത് വരാതിരിക്കുക. 90-ൽ 61 സീറ്റിൽ മാത്രമാണ് ആകെ ബി ജെ പി മത്സരിച്ചത്. അതുകൊണ്ട് ജമ്മു തന്നെയായിരുന്നു ഫോക്കസ് ഏരിയ. പക്ഷേ കാശ്മീരിൽ വലിയൊരു നമ്പർ ഇൻഡിപെൻഡൻസ് ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങളാണ്. എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി അവരൊരിടത്തും ചേർന്നിട്ടില്ല. ഒരുപക്ഷെ ഒരു ക്രഞ്ച് സിറ്റുവേഷൻ വന്നാൽ അവരങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ കാണുന്ന നമ്പേഴ്സ് അത് ആത്യന്തികമാണ് എങ്കിൽ 48 സീറ്റുകളുമായി 40 സീറ്റ് നാഷണൽ കോൺഫറൻസ്. അപ്പം നഷ്ടപ്പെട്ടു പോയ പ്രതാപം നാഷണൽ കോൺഫറൻസ്, ഷെയ്ഖ് അബ്ദുള്ളയുടെ, ഫറൂഖ് അബ്ദുള്ളയുടെ, ഇപ്പോൾ ഉമർ അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസ് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയും. എന്നാൽ കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ണറായി നിൽക്കുകയാണ്. വളരെ ജൂനിയർ പാർട്ണറാണ്. കേവലം 8 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഒരുപക്ഷെ ഗുലാം നബി ആസാദ് പോലെയുള്ള ആളുകൾ മാറിപ്പോയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് നാഷണൽ കോൺഫറൻസിൻ്റെ ദയയിൽ കാശ്മീരിൽ ലഭിച്ച ഏതാനും സീറ്റുകളും പിന്നീട് ജമ്മുവിൽ ഒരുപക്ഷെ ബി ജെ പി ഏതാനും സീറ്റുകൾ കോൺഗ്രസിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 48 സീറ്റുകൾ മതിയാകും ഭരണത്തിലെത്താൻ. പക്ഷേ ഇനിയും കാര്യങ്ങൾ മാറി ഒരു 4-5 സീറ്റ് മറിയുകയാണെങ്കിൽ, അങ്ങനെ മറിയുമെന്ന് ഞാൻ കരുതുന്നില്ല, മറിയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിനെയും പി ഡി പിയെയും അതുപോലെ നോമിനേറ്റ് ചെയ്യുന്ന 5 അംഗങ്ങൾ അത് ബി ജെ പിക്ക് പോകേണ്ട സീറ്റുകളാണ്. അങ്ങനെ വന്നാൽ വീണ്ടും ഒരു സന്നിഗ്ധ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കാശ്മീർ ഇപ്പോഴത്തെ നിലയിൽ തീർച്ചയായും ഒരു ഫറൂഖ് അബ്ദുള്ള നയിക്കുന്ന അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള നയിക്കുന്ന ഒരു
കോൺഗ്രസ് NC അലയൻസ് അധികാരത്തിൽ വരും എന്ന സൂചനയാണ്. ആകമാന ചിത്രമെടുക്കുമ്പോൾ കാശ്മീരിനെയും ജമ്മു കാശ്മീരിനെയും ഹരിയാനയും മൊത്തത്തിലെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യ മുന്നണി വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത് ഇന്ത്യ മുന്നണി BJPക്ക് കടുത്ത വെല്ലുവിളി ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് കൊയലീഷൻ ഡൈനമിക്സ് വേണ്ടതുപോലെ ക്ലിക്ക് ചെയ്തില്ല. ഹരിയാനയിൽ സംഭവിച്ചില്ല. ജമ്മു കാശ്മീരിൽ PDPയെ മാറ്റി നിർത്തിയപ്പോൾ ഇന്ത്യ മുന്നണി കക്ഷി തന്നെയാണ് PDP. മെഹബൂബ മുഫ്തിയുടെ PDPയെ ചേർക്കാൻ കഴിയാതെ പോയപ്പോൾ കൊയലീഷൻ പൊളിറ്റിക്സ് ഇന്നും കോൺഗ്രസിനെ വേണ്ട രീതിയിൽ ഇലക്ട്രൽ വിക്ടറിയിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല എന്ന സൂചന കൂടിയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഈ തുടർ ഭരണങ്ങൾ ഇപ്പൊ കേരളത്തിന് പോലും ഒരു പാഠമാണ്. ഹരിയാനയിൽ 2 പ്രാവശ്യം ഭരിച്ച സർക്കാർ മൂന്നാമതും ഭരിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.